ഹായ്, നമുക്കിന്നൊരു പുതിയ വീഡിയോ കണ്ടാലോ? എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇന്ന് നമുക്ക് ഒരു കടലക്കറി ഉണ്ടാക്കി നോക്കിയാലോ? കറുത്ത കടല കൊണ്ടുള്ള കറിയാണ്. പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത് എന്നേ ഉള്ളൂ. കടലക്കറി മിക്കുള്ളവർക്കും തയ്യാറാക്കാൻ അറിയാം. തയ്യാറാക്കാൻ അറിയാത്തവരും പുതുതായി തയ്യാറാക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഈ കടലക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തത് ഇത് കറുത്ത കടലയാണ്. ഇത് 200 ഗ്രാം കറുത്ത കടല. ഇത് നന്നായിട്ട് കുതിരണം. അതിന് ഞാൻ ഇതുപോലെ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചു. അല്ലെങ്കിൽ പകൽ ചെയ്യുന്നെങ്കിൽ 8 മണിക്കൂർ ഇത് കുതിരണം. അപ്പോൾ ഇതുപോലെ കടല കുതിർന്ന് നന്നായി വലുതാവും. അപ്പോഴത്തേക്കും നമുക്കതിനെ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് വാരിയിടാം വേവിക്കാനായിട്ട്. കുക്കറിൽ കടലയോടൊപ്പം നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 7-8 വെളുത്തുള്ളി, 2 സവാള അരിഞ്ഞത്. ഇത് ഇത്രയും കൂടെ വേണം. ഇത് നമുക്ക് എല്ലാം കൂടെ തന്നെ ആ കുക്കറിൽ കടലയോടൊപ്പം ഇടാം. ഇത് ഇത്രയും ഇട്ട് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഒരുമിച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് 2 ഗ്ലാസ് വെള്ളമാണ്. ഈ കടലയെ വെന്ത് വരാൻ 2 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. 2 ഗ്ലാസ് വെള്ളം വെച്ച് 4 വിസിൽ കേൾക്കണം. 4 വിസിൽ കേട്ടപ്പോൾ എനിക്ക് കടല വെന്ത് വന്നു. ഓരോ കുക്കറിലും അറിയില്ല, വിസിലിൻ്റെ ചൂട് വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തത് അല്പം മഞ്ഞൾപ്പൊടി, ഈ കടലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെയാണ്. അതും കൂടെ ചേർത്ത് 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെക്കണം. ഒരല്പം ഇഞ്ചിയും ചതച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് കടലക്കറി തയ്യാറാക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ 2 വറ്റൽമുളക് മുറിച്ചതും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതിനെ നന്നായിട്ട് മൂപ്പിക്കണം. മുളകും നന്നായിട്ട് മൂത്ത് കറിവേപ്പിലയും നന്നായിട്ട് മൂക്കുമ്പോൾ അതിൽ കുറച്ച് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അതെന്തിനാണ് മാറ്റുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ പിന്നീട് പറയാം. നമുക്കതുകൊണ്ട് ആവശ്യമുണ്ട്. പകുതിയോളം മാറ്റി വയ്ക്കുക. ഇതേപോലെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കടുവറുത്ത സാധനത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ചേർത്ത് അതിനെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ തക്കാളി വെന്ത് നല്ല കുഴമ്പ് പരുവത്തിലാവും. അത് തക്കാളിയുടെ നീരിറങ്ങിയിട്ട് അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതുപോലെ തുറന്നിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ച് ചേർക്കാം. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ആ ഉടച്ച് ചേർത്തിട്ട് നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. മസാലയായി ഞാൻ ചേർത്തത് അല്പം മഞ്ഞൾപ്പൊടി, കടലയ്ക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി കുക്കറിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം. പിന്നെ ചേർത്തത് 1 സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരല്പം ഉലുവാപ്പൊടി. ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ മസാലകളെല്ലാം ഒന്ന് നന്നായിട്ട് തക്കാളിയുമായിട്ട് മൂപ്പിച്ചെടുത്ത് ചേർത്ത് അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കുക്കറിൽ നമ്മളെ കടല വെന്ത് എയർ പോയി ഇരിപ്പുണ്ടാവും. നമുക്ക് ആ കുക്കർ തുറന്നിട്ട് ആ വെന്ത കടല ഇതുപോലെ റെഡിയായി ഇരിക്കുകയാണ്. നമുക്ക് ഈ തക്കാളിയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിനെ നന്നായിട്ട് ഇളക്കണം. കാരണം മസാലയും തക്കാളിയും ഈ കടലയും ആയിട്ട് നന്നായിട്ട് ചേരാൻ പാകത്തിന് ഒരു 2-3 മിനിറ്റ് സ്പൂൺ കൊണ്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. കാരണം തിളച്ച് മസാലയെല്ലാം പിടിച്ചു വരണം. ഈ ഘട്ടത്തിൽ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് പോരാക്കുറവുള്ള ഉപ്പും കൂടെ ഈ ഘട്ടത്തിൽ ചേർത്ത് അടച്ചു വയ്ക്കാം. അതൊന്ന് തിളച്ച് റെഡിയാകുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് അതൊരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിച്ച് ആ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടെ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഈ അരച്ച തേങ്ങയിലേക്ക് ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയെടുത്ത് വയ്ക്കാം. തേങ്ങാപ്പാൽ ചേർക്കുന്നവർക്ക് ചേർക്കാം. ഇതിങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ നമ്മൾ എന്തായാലും തേങ്ങാപ്പീര കളയണം. അതിനേക്കാൾ ഇതുപോലെ അരച്ച് ചേർത്താൽ കറി നല്ല കൊഴുത്ത് വരും. അതുകൊണ്ടാണ്. അപ്പോഴേക്കും നമ്മുടെ കടലക്കറി ഇതുപോലെ തിളച്ച് മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മുടെ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഇനി തേങ്ങ നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. അതിലേക്ക് ഇതുപോലെ പകുതി മൂടി വെച്ചാൽ മതി. അപ്പോഴേക്കും തേങ്ങയിൽ നിന്ന് എല്ലാവർക്കും എണ്ണ തെളിഞ്ഞതിൻ്റെ മേലെ നല്ല ഭംഗിയായി വരും. അതിനൊക്കെയാണ് പകുതി മൂടി വയ്ക്കുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് അവസാനം നമുക്ക് ഒത്തിരി മല്ലിയിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി. നമ്മുടെ ഈ കടലക്കറി റെഡിയാവും. ഭയങ്കര ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കാൻ പറ്റും. ഈ മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ആ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. കണ്ടോ എത്ര രീതിക്ക് എണ്ണ തെളിഞ്ഞ് റെഡിയാവുന്നുണ്ട്.
ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ മാറ്റിയിട്ട് ഇത് കംപ്ലീറ്റ് ഇതിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കടുക് വറുത്തപ്പോൾ കുറച്ച് മാറ്റി വെച്ചിരുന്നില്ലേ, അത് നമുക്കിനി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ കാണാൻ നല്ല ചന്തത്തിൽ അത് വരും. അതിനാണ് ഞാൻ പറഞ്ഞത് ആദ്യം കുറച്ച് മാറ്റി വെച്ചത് ഈ ഒരു ആവശ്യത്തിന്. നോക്കൂ, കടലക്കറി എത്ര നന്നായിട്ടിരിക്കുന്നു എന്നറിയാവോ, എത്ര ടേസ്റ്റിയാണെന്നറിയാമോ ഇത് കഴിച്ച് നോക്കാൻ. കടലക്കറി തയ്യാറാക്കുന്നവരല്ലേ നിങ്ങളും. ഈ രീതിയിലല്ല ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇടിയപ്പത്തിനൊപ്പമോ അപ്പത്തിനൊപ്പമോ കഴിക്കാൻ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.